ഹായ് ഗായ്സ്, എന്താ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് ഗുരുവായൂർ പോകാൻ വേണ്ടി 6 മണിക്ക് നീറ്റതാണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. എനിക്ക് പൊതുവേ നേരത്തെ നീക്കാൻ മടിയുള്ള ആളാണ് കേട്ടോ. പക്ഷെ എങ്ങനെയും പോകാമെന്ന് പറഞ്ഞാൽ അമ്മനാണ് ഇവിടെ നേരത്തെ നീക്കുന്ന ആൾ. പോകാൻ വേണ്ടിയുള്ള ഒരുക്കാണ് നിങ്ങളിവിടെ കാണുന്നത്. പിന്നെ എങ്ങനെയും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ഒരു വിഷയമാണല്ലോ. ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയും പോകാൻ നോക്കിയാൽ ഡ്രസ്സും കാണില്ല, നമുക്ക് കിട്ടണം ഒരു സാധനം അവിടെ ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ വന്ന് 2 പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അമ്മ അപ്പുറത്തെ സൈഡിൽ ഒരുങ്ങുന്നുണ്ട്. അപ്പോഴത്തേനും മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള നല്ലത്. അപ്പം ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കാറിലാണ് പോണത്. അപ്പോൾ ഒന്ന് വെയിലൊക്കെ അടിച്ചു. അപ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ നമുക്ക് കാറിൽ പോകാൻ. മുറ്റത്ത് നിറച്ച് വെള്ളമാണ് കേട്ടോ. ഇക്ക് വെള്ളം കണ്ടാൽ പണ്ട് വഞ്ചുണ്ടാക്കി കളിച്ചൊരു ഇതാണ് കേട്ടോ ഓർമ്മ വരിക. ചെറുപ്പത്തിൽ വഞ്ചുണ്ടാക്കി കളിക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അറിയാത്ത സമയത്ത് അമ്മേനോട് പറഞ്ഞിട്ട് ആ ശല്യപ്പെടുത്തിയിട്ടാണെങ്കിലും വഞ്ചുണ്ടാക്കി പിടിക്കുന്നതായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു അംബാസഡറൊക്കെ കണ്ടിട്ട് നമുക്ക് എപ്പോഴും അതൊരു കൗതുകമാണ് അല്ലേ. അംബാസഡർ കാറ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴായാലും അങ്ങനെ തന്നെ. അങ്ങനെ പോകുമ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പാട്ടില്ലാണ്ട് വേറെ കളിയില്ലല്ലോ, ബോറടിക്കരുതല്ലോ. അമ്മ അവിടെ നിന്ന് വർത്താനം പറയും, വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് സത്യം പറഞ്ഞാൽ അവിടെ എത്തി അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങുമ്പോഴാണ് മുല്ലപ്പൂ കണ്ടത്. ഗുരുവായൂർ പോകുമ്പോൾ മുല്ലപ്പൂ ചൂടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ മേടിച്ചപ്പോഴാണ് മനസ്സിലായത് സ്ലൈഡ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ പൂക്കടക്കാരൻ്റെ കയ്യിലുണ്ടോ ചോദിച്ചപ്പോൾ അതും ഇല്ല. ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ പറഞ്ഞു. പെട്ടില്ലേ. പിന്നെ മുടിയിലുള്ള സ്ലൈഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നെങ്കിലും പിന്നെ ഇപ്പം എന്താ ചെയ്യുക. ഇതിൻ്റെ ഇടയിലൊരു പണി കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വിൽക്കാൻ വേണ്ടി കയറി നോക്കി മുല്ലപ്പൂ കടക്കാരന് പൈസ കൊടുക്കാൻ മറന്നു. പിന്നെ അയാൾ ചോദിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. അങ്ങനെ പൈസ കൊടുത്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇന്ന് വിശാഖ മാസത്തിലെ ലാസ്റ്റ് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഗൈസ്. എന്തിലാണെങ്കിലും ക്ലോക്ക് റൂമിലൊക്കെ 1/2 മണിക്കൂർ നിന്നിട്ട് ആ സഭയിലൊക്കെ ഒന്ന് വെച്ചിട്ട് കണ്ടില്ലേ ജനത്തിരക്ക്. അതുകൊണ്ട് തന്നെ ചുറ്റമ്പലത്തിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ, ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. അപ്പോഴാണ് സ്റ്റേജിൽ ഡാൻസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് അടിപൊളി ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് വല്യമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് വിട്ടാലോ വിചാരിച്ചു. അങ്ങനെ നേരെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഉണ്ണിയാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് വല്യമ്മ പറഞ്ഞത് മിളക് പൊട്ടിച്ചെന്ന്. ഞങ്ങൾ നോക്കുമ്പോൾ നല്ല മുളകുണ്ട്. മുളക് ഉപ്പിയിട്ടൊരു വേറെ ലെവലാണല്ലേ. അപ്പോൾ അന്ന് കണ്ട് ഉപ്പിയിടുന്ന ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ വായ വെള്ളം വന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, പൊട്ടിച്ചൊരു പാത്രത്തിലാക്കി. ചോറിക്കൊക്കെ ഒന്നുമില്ലെങ്കിലും ഇതൊരു ചമ്മന്തി അടിച്ച് വയ്ക്കുക ഒരു സുഖമാണല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.